ആശാ പ്രവർത്തകർ നീങ്ങുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരത്ത് സെക്രട്ടറി പടിക്കൽ നടക്കുന്ന ആശാ പ്രവർത്തകരുടെ സമരത്തിലേക്ക് എത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായിട്ടും സജീവമായിട്ട് വിവാദങ്ങൾക്കെല്ലാം ഒടുവിൽ വിവാദമായിട്ട് നടന്ന സംഭവങ്ങൾക്കെല്ലാം അവസാനം സജീവമായി വീണ്ടും പൊതുരംഗത്തേക്ക് എത്തുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് നമുക്ക് പറയേണ്ടി വരും. പാലക്കാടുള്ള അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ഉണ്ടായിരുന്നു. ആ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകരുടെ സമരത്തിലേക്ക് എത്തുന്നത്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം 166 ദിവസത്തെ സമരത്തിന് ശേഷമാണ് ഇവർ ഇപ്പോൾ ഈ സമരം പരിപാടി അവസാനിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കാം. രാഹുൽ, ഈ സമരം അവസാനിപ്പിക്കുമ്പോൾ ഈ വേദിയിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? സമരം അവസാനിക്കുന്ന ദിവസം ഈ സമരവും ഞാനുമായിട്ടൊരു വൈകാരിക ബന്ധമുള്ള സമരമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിയമസഭാ സാമാജിക എന്ന നിലയിൽ ആദ്യമായി അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് ഈ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഒരു നിയമസഭാ സാമാജിക എന്നുള്ള പ്രവർത്തനത്തിലുമൊക്കെ ഒരു വൈകാരികമായ നിമിഷമാണ്. അന്ന് SUCIയുടെ പ്രതിനിധി എന്ന പേരിൽ എന്നെ അധിക്ഷേപിച്ചത് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. അന്ന് പറഞ്ഞത്, മന്ത്രി തന്നെ പറഞ്ഞത്, ഓണറേറിയം കൂട്ടുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ്, ഓണറേറിയം കൂട്ടുന്നതിനകത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ 1000 രൂപ വളരെ തുലോം തുച്ഛമാണെങ്കിലും 1000 രൂപയെങ്കിൽ 1000 രൂപ കൂട്ടാൻ ഈ സംസ്ഥാന സർക്കാരിന് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇനിയും കൂട്ടാൻ കഴിയുമെന്ന് തന്നെ ആയിരുന്നില്ലേ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ഈ 266 ദിവസം ഈ അമ്മമാരെ എന്തിനാണ് തെരുവിലേക്ക് പറഞ്ഞയച്ചതെന്ന് ഈ സംസ്ഥാന സർക്കാർ ആലോചിക്കേണ്ടതായിട്ട്. രാഹുലിന്റെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതായിരുന്നു CPM പറഞ്ഞത്. രാഹുൽ ഇപ്പോൾ പൊതുപരിപാടിയിൽ സജീവമാണ്. ഏതെങ്കിലും തരത്തിലുള്ള തടയലോ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ടോ? തൽക്കാലം എൻ്റെ വിവാദത്തിലേക്ക് ഇതിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതൊരു വലിയ ധർമ്മസമരമാണ്. അത് നമുക്ക് വേറെ സംസാരിക്കാനുള്ള ഒരുപാട് സമയം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അത് വെച്ചിട്ട് അമ്മമാർ ഉന്നയിക്കുന്ന ഒരു വലിയ വിഷയത്തെ നമുക്ക് അതിനെ വഴിമാറ്റണ്ട. തീർച്ചയായിട്ടും രാഹുൽ, ആ വിവാദങ്ങളെ പറ്റി പിന്നീട് സംസാരിക്കാമെന്ന് പറയുന്നു. ഈ ഒരു സമരത്തിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകത വലിയൊരു സ്വീകാര്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നമ്മുടെ ആശാ വർക്കർമാർ നടത്തുന്ന സമരവേദിയിൽ, അതിന്റെ സമാപന വേദിയിൽ ലഭിച്ചത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. രാഹുലും ഈ പറയുന്ന ആശാ വർക്കർമാരും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത്, രാഹുലിന്റെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ ഒരു വൈകാരിക ബന്ധമുണ്ട്. എന്താണ് ആ വൈകാരിക ബന്ധം? ഈ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നിയമസഭയുടെ ഈ ആദ്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ ആ അടിയന്തര പ്രമേയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി രാഹുൽ മാങ്കൂട്ടമാണ്. ഈ ആശാ വർക്കർമാരുടെ പ്രശ്നം നിയമസഭയിൽ ആദ്യമായിട്ട് അഡ്രസ് ചെയ്ത വ്യക്തി അത് രാഹുൽ മാങ്കൂട്ടമാണ്. ആ രാഹുൽ മാങ്കൂട്ടം അന്ന് ആശാ വർക്കർമാർക്ക് വേണ്ടി ഉയർത്തിയ പല ചോദ്യങ്ങളുമുണ്ട്. അന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും പിണറായി ഗവൺമെന്റും ഒക്കെ എടുത്ത നിലപാട് എന്ന് പറഞ്ഞാൽ അത് ആശാ വർക്കർമാരുടെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ്. പക്ഷേ അത് പറഞ്ഞ ഇവർ ഇന്ന് 6 മാസം, തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു നക്കാപ്പിച്ച എന്ന കണക്കെ 1000 രൂപ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് മാത്രമല്ല, ഈ പറയുന്ന പിണറായിക്കും കേരള സർക്കാരിനും സാധിക്കുന്ന കാര്യം തന്നെയാണ് ഈ കാര്യം. ഇതിപ്പോ വർദ്ധിപ്പിച്ച കാര്യം വർദ്ധിപ്പിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമ തടസ്സങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. വർദ്ധിപ്പിച്ച കാര്യം വർദ്ധിപ്പിച്ചത് തന്നെയാണല്ലോ. അപ്പോ അത്തരത്തിലൊരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് ചെയ്തു കൊടുക്കാൻ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും പിണറായിക്കും പിണറായിയുടെ സർക്കാരിനും വീണ ജോർജിനും ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്കും ഒന്നും ഒരു പ്രശ്നങ്ങളും ഒരു തടസ്സങ്ങളും അവരുടെ മുന്നിൽ ഉണ്ടായില്ല. പക്ഷേ ഈ പറയുന്ന അമ്മമാര് 266 ദിവസം ഈ പറയുന്ന സമരം നടത്തിയിട്ട് അവസാനമാണ് ഒരു നക്കാപ്പിച്ച ഈ പറയുന്ന അവരെ അവഹേളിക്കുന്ന രീതിയിൽ അതും ഒരു വർധനം ഉണ്ടാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇന്ന് അവിടെ നേരത്തെ കാലത്ത് സഭ ബഹിഷ്കരിച്ചത് മുതലേ രാഹുൽ മാങ്കൂട്ടം ഈ സമരവേദിയിൽ എത്തിയിട്ടുണ്ട്. രാഹുലിന് വളരെ വലിയ സ്വീകാര്യതയാണ് അവർ കൊടുത്തത്. അവര് രാഹുലുമായിട്ട് കുശലം പറയുവാനും രാഹുലിനെ കെട്ടിപ്പിടിക്കുവാനും ഒക്കെ ഈ അമ്മമാര് തയ്യാറായി. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഈ പ്രശ്നങ്ങൾ, ഇവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ അമ്മമാര് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ആദ്യമായി കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ച വ്യക്തി രാഹുൽ മാങ്കൂട്ടമാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് രാഹുൽ പറഞ്ഞതും. അപ്പോ രാഹുൽ മാങ്കൂട്ടം വന്നപ്പം മുതല് ഈ പറയുന്ന കേരളത്തിലെ ഒരു കൂട്ടം ചെന്നായകൾക്ക് വലിയ തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവരുടെ സങ്കടങ്ങളും അവരുടെ വേദനകളും നമുക്ക് മനസ്സിലാക്കാം. കാരണം രാഹുലിനെ വേട്ടയാടാൻ വേണ്ടി മുന്നിൽ നിന്ന് നയിച്ചവര്,
രാഹുലിനെ അധിക്ഷേപിക്കുവാനും രാഹുലിനെതിരെ വ്യാജ വാർത്തകൾ പടച്ചുണ്ടാക്കുവാനും രാഹുലിനെതിരെ വ്യാജമായി തെളിവുകൾ നിർമ്മിക്കുവാനും ഒക്കെ മുന്നിൽ നിന്ന മാപ്രകൾ ഇവരുടെ ഈ പറയുന്ന മാധ്യമ വിചാരണ കൊണ്ടോ ഇവരുടെ ഈ ആക്രമണത്തെ കൊണ്ടോ രാഹുലിനെ വീഴ്ത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അത് ഇവർ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഇവര് ഇത്രയൊക്കെ കോലാഹലങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടും രാഹുൽ പാലക്കാട്ട് വളരെ സജീവമാണ്. രാഹുലിനെ തടയാനുള്ള പല പരിശ്രമങ്ങളും ഇവര് തന്നെ ഈ മൂട്ടിന് തീ കൊടുത്തിട്ടുള്ള പരിപാടികൾ പലതും നടത്തി നോക്കി. ഒരു പാവക്കുട്ടിയെ സമാനം ഈ പറയുന്ന DYFI ഗുണ്ടകളെയും ഈ BJPയുടെ ഗുണ്ടകളെയും ഒക്കെ കീ കൊടുത്തുകൊണ്ട് രാഹുലിനെ തടയിപ്പിക്കുവാനും ഒക്കെയുള്ള പല ശ്രമങ്ങളും ഇവർ നടത്തി നോക്കി. പക്ഷേ അതൊന്നും വിജയം കണ്ടില്ല എന്ന് മാത്രമല്ല, പാലക്കാട്ട് രാഹുൽ വളരെ സജീവമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. അപ്പോ അങ്ങനെ വന്നപ്പോൾ രാഹുല് മണ്ഡലത്തിൽ സജീവമായപ്പോൾ അവര് ഒരു ആശ്വാസം എന്തായിരുന്നു? രാഹുൽ മണ്ഡലത്തിൽ മാത്രമല്ല സജീവമാകുന്നുള്ളൂ, രാഹുൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷനിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഈ പൊതുപരിപാടികളിൽ നിന്നും അധികം പൊതുരംഗത്തേക്കോ സമരരംഗത്തേക്കോ ഒന്നും കടന്നു വരുന്നില്ല എന്നുള്ള ഒരു ആശ്വാസം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന ആശാ വർക്കർമാരുടെ സമരത്തിലേക്ക് എത്തുന്നത്. അതോടുകൂടി ഇവരാകെ ആലിളകി, അതോടുകൂടി ആകെ അസ്വസ്ഥരായി, രോഷാകുലരായി. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വിടണമല്ലോ, രാഹുലിനെ തളർത്താനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. അങ്ങനെയാണ് ഇവര് ഒരു വലിയ വാർത്ത പടച്ചുവിട്ടത്. എന്താണ് വാർത്ത? രാഹുലിനെ ഇറക്കി വിട്ടു. ആശാപ്രവർത്തകരുടെ സമരവേദിയിൽ നിന്ന്, ഈ സമാപന സമ്മേളനത്തിന്റെ വേദിയിൽ നിന്ന് രാഹുലിനെ ഇറക്കി വിട്ടു. വലിയ വാർത്ത. എന്തിനു വേണ്ടിയിട്ടാ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത്? ഈ വാർത്ത കണ്ട ഉടനെ പാലക്കാട്ടേക്ക് വണ്ടി കയറാൻ വേണ്ടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ രാഹുൽ മാങ്കൂട്ടം ടിക്കറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്തി, വേദിയിലേക്ക് തിരിച്ചെത്തി. കാരണം രാഹുലിന് നല്ല ബോധ്യമുണ്ടായിരുന്നു, ഇതിന് മറുപടി പറയാതെ പാലക്കാട്ടേക്ക് പോവുകയല്ല വേണ്ടത്, തിരിച്ച് അതേ വേദിയിൽ വന്നുകൊണ്ട്, കാരണം ഇറക്കി വിട്ടു എന്നാണല്ലോ പറയുന്നത്, അങ്ങനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ആ വേദിയിൽ പിന്നെ ഒരു അവസരം ഉണ്ടാവില്ല, അത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വേദിയിൽ വന്നുകൊണ്ട് തന്നെ ഇതിന് മറുപടി പറയണമെന്ന് രാഹുൽ ആഗ്രഹിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ വീണ്ടും വന്ന് മറുപടി പറഞ്ഞു. അപ്പോഴും ഇവർ ഈ വാർത്തകൾ വീണ്ടും വീണ്ടും ഈ പറഞ്ഞ നുണ തന്നെ വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ നുണകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോ രാഹുലിനെ എങ്ങനെയെങ്കിലും ഒന്ന് തളർത്തണം. ഇത്രയും നാളത്തെ പരിശ്രമം കൊണ്ട് അതിന് കഴിഞ്ഞില്ല എന്നുള്ള ബോധ്യം ഇവർക്ക് നന്നായിട്ടുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ രാഹുലിനെയും പ്രതിപക്ഷ നേതാവിനെയും ചേർത്ത് വെച്ചുകൊണ്ട് വ്യാജ വാർത്തകൾ പടച്ചുണ്ടാക്കുന്നത്. ഈ ആശാ വർക്കർമാരുടെ സമരവും അതിൽ പങ്കെടുക്കുന്ന ആശാ വർക്കർമാരും അതിന്റെ സംഘാടക സമിതിയും അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളും ഒക്കെ അങ്ങനെ ഒരു സംഭവമില്ല എന്ന് ഈ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടും വീണ്ടും അത് തിരുത്താൻ തയ്യാറാവുന്നില്ല. എന്നിട്ടും വീണ്ടും വീണ്ടും ഇതേ തരത്തിൽ ഇവർ പറഞ്ഞ നുണകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുക. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് തിരിച്ചെത്തിയത്, അവിടെ രാഹുലിന് ലഭിച്ചിരിക്കുന്ന സ്വീകാര്യത, അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, രാഷ്ട്രീയ കരുനീക്കങ്ങൾ, അതിനേക്കാൾ ഉപരി രാഹുൽ മാങ്കൂട്ടം MLA എന്നുള്ള രീതിയിൽ പാലക്കാട് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഇവരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതിനൊപ്പം രാഹുൽ ഇങ്ങനെ പൊതുവേദിയിൽ കൂടി സജീവമായി കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ബോധ്യമുണ്ട് ഈ കാര്യങ്ങളിൽ ഇവർ വേട്ടയാടിയതിനുള്ള മറുപടികളൊക്കെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളത്. അപ്പോ അത്തരത്തിലുള്ള പൊതുവേദികളിൽ സജീവമാകാൻ രാഹുലിനെ അനുവദിക്കരുത്. അതിന് വലിയ വിവാദങ്ങൾ ഇനിയും ഉണ്ടാക്കണം. രാഹുലിനെതിരെ വലിയ തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടേയിരിക്കണം. ഏത് രീതിയിൽ? രാഹുലിനെതിരെ ഈ AI നിർമ്മിത ഓഡിയോ ക്ലിപ്പുകൾ പടച്ചുവിട്ടുകൊണ്ട് രാഹുലിനെ വേട്ടയാടാൻ മുന്നിൽ നിന്നവർ തന്നെയാണ് ഇന്ന് രാഹുലിനെ ഇറക്കി വിട്ടു എന്നുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തത്. അപ്പോ ഇവർക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് രാഹുലിനെ വേട്ടയാടണം, രണ്ടാമത്തത് എന്ന് പറയുന്നത് ഈ പറയുന്ന ആശാ വർക്കർമാരുടെ സമരത്തെ പൊളിക്കണം. അതിന് എന്തെങ്കിലും ഒരു കുത്ത്
ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. കാരണം ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്, ഈ വ്യാജ വാർത്തകൾ ഉണ്ടാക്കി വിടുന്ന ആളുകളൊക്കെ പ്രവർത്തിക്കുന്നത് പിണറായി വിജയന്റെ PR ഏജൻസികളായിട്ടാണ്. ആ PR ഏജൻസികൾ വിജയനെ ന്യായീകരിക്കുവാനും വിജയനെ പ്രതിരോധിക്കുവാനും വിജയനെ വെള്ളപൂശുവാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം നല്ല ബോധ്യം വിജയനും വിജയന്റെ കൂട്ടാളികൾക്കും ഈ അടിമകൾക്കും നല്ല ബോധ്യമുണ്ട്. എന്താണ് ബോധ്യം? ഈ പറയുന്ന ആശാ വർക്കർമാർ അത്രയും വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണെങ്കിലും ശരി, അതല്ല 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ശരി, രണ്ടിലും ഈ പറയുന്ന ആശാ വർക്കർമാർ ഈ പിണറായി വിജയനെ തുറന്നു കാണിക്കാൻ, പിണറായി വിജയന്റെ തെമ്മാടിത്തതിനെതിരെ ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ വേണ്ടി രംഗത്തുണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോ അത്തരത്തിൽ ആശാവർക്കർമാരുമായി അടുത്ത് നിൽക്കുന്ന ആളുകളെയും രാഹുലിനെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ വ്യാജങ്ങൾ പടച്ചുവിടുകയാണ്. പക്ഷെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈകാരിക നിമിഷമാണ്. കാരണം ഈ അമ്മമാരുടെ പ്രശ്നം സജീവമാക്കി നിർത്തുന്നതിനും അത് കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിക്കുവാനും മുന്നിൽ നിന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത് അയാൾക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.